നമസ്കാരം സുഹൃത്തുക്കളെ, കട്ടൻ കാപ്പിയുടെ കയ്പുള്ള മറ്റൊരു സായാഹ്നത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് വെറുമൊരു കഥയല്ല. ഇടുക്കിയുടെ മഞ്ഞും മഴയും കലർന്ന മലനിരകളിൽ കാലം മറവിക്ക് വിട്ടുകൊടുത്ത ഒരു ക്രൂരതയുടെ ചുരുളഴിയുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ആർച്ച് ഡാമിന്റെ സംഭരണിയിൽ 6 മാസത്തോളം ഒളിച്ചുവയ്ക്കപ്പെട്ട ഒരു രഹസ്യം. വെള്ളം വറ്റുമ്പോൾ ചെളിയിൽ തെളിയുന്ന ചില പാടുകളുണ്ട്. അത് മനുഷ്യന്റെ പാപങ്ങളുടെ ബാക്കിപത്രമാണ്. നമ്മുടെ രുദ്രൻ നായരും ഫെലിക്സും കുഞ്ഞുമോനും വീണ്ടും ഒന്നിക്കുന്നു. ഈ കഥ പൂർണ്ണമായും സാങ്കല്പികമാണ്. പക്ഷേ ഇതിലെ ഓരോ ശ്വാസവും മനുഷ്യന്റെ യഥാർത്ഥ ഇരുട്ടിനെ വരച്ചുകാട്ടുന്നു. നമുക്ക് തുടങ്ങാം. തീയതി ജൂലൈ 14. സമയം വൈകുന്നേരം 4:15. സ്ഥലം കട്ടപ്പന ഇടുക്കി ഡാം റോഡ്. കട്ടപ്പനയിലേക്കുള്ള പാതയിൽ കോടമഞ്ഞ് ഒരു വലിയ വെളുത്ത പുതപ്പ് പോലെ വീണുകിടക്കുകയാണ്. വൈകുന്നേരം 4 മണിയായിട്ടേയുള്ളുവെങ്കിലും ഇരുട്ട് ആ പശ്ചിമഘട്ട മലനിരകളെ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. കറുത്ത നിറത്തിലുള്ള ആ പഴയ ബൊലേറോയുടെ മഞ്ഞ ഹെഡ്ലൈറ്റുകൾ മഞ്ഞിനെ കീറിമുറിച്ചുകൊണ്ട് മുന്നോട്ടിഴഞ്ഞു നീങ്ങുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ ഡിവൈഎസ്പി രുദ്രൻ നായർ തികച്ചും ശാന്തനാണ്. അയാളുടെ മുഖത്ത് ഒരു മസിലുകൾ പോലും അനങ്ങുന്നില്ല. പാറക്കല്ലിൽ കൊത്തിയെടുത്തതുപോലെയുള്ള ആ മുഖത്ത് പ്രതിഫലിക്കുന്നത് വർഷങ്ങളുടെ അനുഭവ സമ്പത്താണ്. റോഡിലെ വെളുത്ത വരകളിൽ മാത്രം കണ്ണുകൾ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് അയാൾ വണ്ടി ഓടിച്ചു. പുറത്ത് തണുപ്പ് മൈനസിലേക്ക് പോകുന്ന പ്രതീതിയുണ്ട്. രുദ്രൻ നായർ. ശബ്ദം വളരെ പതിഞ്ഞതാണ്. പാലക്കാടൻ ശൈലി കലർന്ന ഗാംഭീര്യം ആ വാക്കുകളിലുണ്ട്. ഫെലിക്സ്, ആ ജനലൊന്ന് പകുതി താഴ്ത്തിയേ. ഈ മഞ്ഞിന്റെയും മഴയുടെയും ഒരു മണമുണ്ട്. അത് കിട്ടാതെ ഇടുക്കിയിൽ വന്നിട്ട് എന്ത് കാര്യം? നമ്മൾ പോകുന്നതൊരു ശ്മശാനത്തിലേക്കാണ്. അതിനു മുൻപ് ഈ പ്രകൃതിയുടെ ജീവവായു ഒന്ന് ശ്വസിക്കട്ടെ. കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ഡോക്ടർ ഫെലിക്സ് തോമസ് ഒരു ചെറിയ കുപ്പി സാനിറ്റൈസർ പുറത്തെടുത്ത് കൈകളിൽ 2 തവണ സ്പ്രേ ചെയ്തു. എന്നിട്ട് കൃത്യതയോടെ കൈകൾ തിരുമ്മി തുടച്ചു. ഫെലിക്സിന്റെ കണ്ണുകളിൽ ഒരുതരം അസ്വസ്ഥതയുണ്ട്. ലണ്ടനിലെ സ്കോട്ട്ലൻഡ് യാർഡിലും ഡൽഹിയിലെ എയിംസിലുമൊക്കെ പഠിച്ചു വളർന്ന ആ ഫോറൻസിക് വിദഗ്ധന് ഈ പരുക്കൻ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. ഫെലിക്സ് തോമസ് കണ്ണട ഒന്നുകൂടി മൂക്കിന് മുകളിലേക്ക് കയറ്റിവെച്ചുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും കലർന്ന കോട്ടയം ശൈലിയിൽ, സർ, ആ വരുന്നത് വെറും കാറ്റല്ല. ഡാം സൈറ്റിലെ ഹൈലി സാച്ചുറേറ്റഡ് ഹ്യൂമിഡിറ്റിയാണ്. അതിൽ നിറയെ ആൽഗൽ ഫംഗൽ സ്പോർസ് കാണും. പ്ലസ് ഈ കാറിലെ AC ഫിൽട്ടർ ക്ലീൻ ചെയ്തിട്ട് കുറേ കാലമായെന്ന് തോന്നുന്നു. ഐ ക്യാൻ ഫീൽ മൈ സൈനസസ് റിയാക്ടിംഗ് വയലന്റ്ലി. പിന്നെ സർ, മുൻപ് പറഞ്ഞ ആ പ്ലോട്ടിന്റെ കാര്യം, റിട്ടയർമെന്റിന് ശേഷം ഈ കുന്നിൻ ചെരുവിൽ സ്ഥലം വാങ്ങുന്നത് അത്ര സയന്റിഫിക്കായ കാര്യമല്ല. ഇത് സോൺ 3 ലാൻഡ്സ്ലൈഡ് ഏരിയയാണ്. ഏത് നിമിഷവും മണ്ണിടിഞ്ഞു താഴാം. രുദ്രൻ നായർ കണ്ണുകൾ റോഡിൽ നിന്ന് മാറ്റാതെ തന്നെ ഒരു ചെറുചിരിയോടെ. സയന്റിഫിക് അല്ലാത്തതുകൊണ്ടാണ് ഫെലിക്സ് ഇതിനൊരു ഭംഗിയുള്ളത്. കോട്ടയത്തെ ടൗണിലെ കോൺക്രീറ്റ് കാടുകളിൽ ഇരുന്നാൽ എനിക്ക് ഈ മഞ്ഞ് കിട്ടില്ലല്ലോ. സയൻസ് മനുഷ്യന്റെ ആയുസ് കൂട്ടിയേക്കാം. പക്ഷേ അവന് സമാധാനം തരുന്നത് ഈ മലനിരകളും ഇവിടുത്തെ നിശബ്ദതയുമാണ്. മനുഷ്യൻ മരിക്കുന്നതുവരെ ഓരോരോ മോഹങ്ങൾ. അതാണല്ലോ ജീവിതം. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ശരീരത്തിനും ഉണ്ടായിരുന്നിരിക്കണം ഇത്തരം കൊച്ചു കൊച്ചു മോഹങ്ങൾ. രുദ്രൻ തന്റെ സീറ്റിനരികിലുള്ള സ്റ്റീൽ ഫ്ലാസ്ക് പതുക്കെ തുറന്നു. കാറിലെ തണുത്ത കാറ്റിലേക്ക് ആവി പറക്കുന്ന കട്ടൻ കാപ്പിയുടെ കനത്ത മണം പടർന്നു പിടിച്ചു. ഏലക്കയും ഗ്രാമ്പുവുമിട്ട് തിളപ്പിച്ച ആ കാപ്പിയുടെ ഗന്ധം രുദ്രൻ ഒരു തരം ലഹരിയാണ്. അയാളുടെ തലച്ചോർ ഏറ്റവും കൃത്യമായി പ്രവർത്തിക്കുന്നത് ആ കയ്പ് നാവിൽ തട്ടുമ്പോഴാണ്. ഫെലിക്സ് തോമസ് അല്പം പരിഭവത്തോടെ, സാർ, ആ കാപ്പി കുടിക്കുന്നത് കൊള്ളാം. പക്ഷേ ആ ഫ്ലാസ്ക് ലാസ്റ്റ് വാഷ് ചെയ്തത് എപ്പോഴാണെന്ന് സാറിന് ഓർമ്മയുണ്ടോ? ചുളുവില് ബാക്ടീരിയൽ കോളനികൾ അവിടെ വലിയൊരു സിറ്റി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ആൻഡ് സർ, ലണ്ടനിലെ സ്കോട്ട്ലൻഡ് യാർഡിൽ ഞങ്ങളുടെ പ്രൊഫസർ വിൽസൺ പറയുമായിരുന്നു, എ ക്ലിയർ മൈൻഡ് നീഡ്സ് എ സ്റ്റെറൈൽ എൻവയോൺമെന്റ് എന്ന്. നമ്മുടെ ഈ കേസിന്റെ അവസ്ഥയും അതുതന്നെയാണ്. 6 മാസമായി വെള്ളത്തിനടിയിൽ പെരിയാറിന്റെ അടിത്തട്ടിൽ കിടന്ന ഒരു ബോഡി. ഇപ്പോൾ ഡാം വറ്റിയപ്പോൾ ഈ കനത്ത വേനലിനൊടുവിൽ അത് പുറത്തു വന്നു. ആ ചെളിയിൽ നിന്ന് നമുക്കെന്ത് സയന്റിഫിക് ഡേറ്റയാണ് കിട്ടാന്? ഇറ്റ്സ് എ ഫോറൻസിക് നൈറ്റ്മെയർ. രുദ്രൻ നായർ കുഞ്ഞുമോനായിരിക്കും. അവൻ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടാകും. ഹലോ, പറയൂ കുഞ്ഞുമോനെ. കുഞ്ഞുമോൻ ഫോണിലൂടെ അത്യാവശ്യം കിതച്ചും ഭയത്തോടെയും, സാറേ, ഞാനിവിടെ സൈറ്റിലുണ്ട്. റിസർവോയറിന്റെ ഏറ്റവും താഴത്തെ തട്ടിൽ. സാറേ, ഇവിടെ ഭയങ്കര മണമാണ്.
ഡോഗ് സ്ക്വാഡിലെ പോലീസ് നായകൾ പോലും ആ ഭാഗത്തേക്ക് പോകാനൊന്നും മടിച്ചു നിൽക്കുന്നു. വെള്ളം പൂർണ്ണമായും വറ്റി വരണ്ടുപോയ ഒരു ഭാഗത്ത് പാറക്കൂട്ടങ്ങൾക്കിടയിൽ ആ ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ബോഡി. പക്ഷേ സാറേ, ഇതിലെന്തോ ഒരു വലിയ ദുരൂഹതയുണ്ട്. ബോഡിയുടെ വലതുകൈയിൽ ഒരു കറുത്ത ചരടുണ്ട്, തകിടുകെട്ടിയ ഒരു ചരട്. അത് രാഹുലിന്റെ ചരടാണ് സാറേ. സാർ എത്രയും വേഗം വരണം. SP സാർ ഇതിനോടകം 2 തവണ വിളിച്ചിരുന്നു. രുദ്രൻ നായർ, ശബ്ദം പെട്ടെന്ന് ഗൗരവമുള്ളതായി. നീ അവിടെ ആരെയും പ്രവേശിപ്പിക്കരുത്. ആ ചെളിയിലെ കാൽപ്പാടുകൾ പോലും വളരെ പ്രധാനമാണ്. ആ ചരടിൽ നീ തൊടുകയോ ഒന്നും ചെയ്യരുത്. വണ്ടി പതുക്കെ റിസർവോയറിന്റെ കാച്ച്മെന്റ് ഏരിയയിലേക്ക് തിരിഞ്ഞു. വെള്ളം വറ്റി വരണ്ടുകിടക്കുന്ന ഇടുക്കി ഡാമിന്റെ അടിത്തട്ട്, വിണ്ടുകീറിയ ഭൂമി ഒരു വലിയ ശ്മശാനം പോലെ തോന്നിപ്പിച്ചു. മരങ്ങളുടെ കുറ്റികൾ പ്രേതങ്ങളെപ്പോലെ എഴുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ദൂരെയായി മഞ്ഞ വെളിച്ചത്തിൽ പോലീസ് ജീപ്പുകളുടെ സൈറൺ ലൈറ്റുകൾ മിന്നിമറിയുന്നത് കാണാനായി. മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. പകരം കനത്ത ഒരു മൂടൽമഞ്ഞ് ആ പ്രദേശത്തെയാകെ ഗ്രസിച്ചു തുടങ്ങിയിരുന്നു. കാറിൽ നിന്നിറങ്ങിയ ഫെലിക്സ് ഉടൻ തന്നെ തന്റെ മുഖത്ത് N95 മാസ്ക് മുറുക്കിവെച്ചു. അയാൾക്ക് ചുറ്റുമുള്ള വായുവിൽ അഴുകിയ മാംസത്തിന്റെയും നനഞ്ഞ മണ്ണിന്റെയും ചീഞ്ഞ പായലിന്റെയും ഒരു കനത്ത മിശ്രിതം അനുഭവപ്പെട്ടു. ശ്വാസം മുട്ടിക്കുന്ന ഗന്ധം. രുദ്രൻ നായർ മാസ്ക് വെച്ചില്ല. ആ മരണത്തിന്റെ ഗന്ധം അയാളുടെ തലച്ചോറിനൊരു സൂചനയാണ്. കുഞ്ഞുമോൻ ഓടിവന്നു. അവന്റെ കയ്യിൽ ഒരു പഴയ പത്രക്കടലാസിൽ പൊതിഞ്ഞ പകുതി തിന്ന പരിപ്പുവടയുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് ഭയം വ്യക്തമായിരുന്നു. ഇടുക്കിയിലെ തദ്ദേശവാസിയായ കുഞ്ഞുമോന് ഈ റിസർവോയറിനെക്കുറിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. പണ്ട് ഡാം പണിതപ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ ശാപം ഈ വെള്ളത്തിലുണ്ടെന്നാണ് അവരുടെ വിശ്വാസം. കുഞ്ഞുമോൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ, സാരേ, ദാ അവിടെയാണ്, ആ വലിയ 3 പാറക്കൂട്ടങ്ങൾക്ക് നടുവിലായിട്ട്. ബോഡി പൂർണ്ണമായും ചെളിയിൽ മൂടിയ നിലയിലാണ്. മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികൃതമാണ് സാറേ. മീനുകൾ കടിച്ചു തിന്നതാണോ, അതോ ഈ ചെളിയിൽ കിടന്നഴുകിയതാണോ, അതോ ആരെങ്കിലും മുഖം വെട്ടി വികൃതമാക്കിയതാണോ എന്ന് ഫെലിക്സ് സാറ് പറയണം. ഡോക്ടർ ഫെലിക്സ് തോമസ് തന്റെ അഡ്വാൻസ്ഡ് ഫോറൻസിക് കിറ്റ് വളരെ ശ്രദ്ധയോടെ തുറന്നു. അദ്ദേഹം അതിൽ നിന്നും ഒരു ഹൈ ഇന്റൻസിറ്റി UV ഫ്ലാഷ് ലൈറ്റും ഒരു മെറ്റാലിക് പ്രോബും പുറത്തെടുത്തു. ഉണങ്ങിയ ചെളിയിലെ അടയാളങ്ങൾ തട്ടാതെ അദ്ദേഹം വളരെ സൂക്ഷിച്ചു നടന്നു. ആ ഭയാനകമായ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ വെളിച്ചം തെളിയിച്ചുകൊണ്ട് അദ്ദേഹം മൃതദേഹത്തിനരികിലിരുന്നു. തൊലിപുറം വിളറി മെഴുകുപോലുള്ളൊരു വിചിത്രമായ അവസ്ഥയിലായിരുന്നു. ഫെലിക്സ് തോമസ് ഒരു നീളൻ മെറ്റാലിക് പ്രോബ് വെച്ച് മൃതദേഹത്തിൽ സ്പർശിച്ചുകൊണ്ട്, കുഞ്ഞുമോൻ, പ്ലീസ്, ആ പരിപ്പുവട ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാമോ? അല്ലെങ്കിൽ എനിക്ക് സമാധാനമായി ചിന്തിക്കാൻ കഴിയില്ല. ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കണം. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ബോഡി, സർ. I have seen decomposition in the Thames and the open sewers of Delhi, but this is textbook material. ഇതിനെ നമ്മൾ ഫോറൻസിക്സിൽ അഡിപ്പോസിയർ എന്ന് വിളിക്കും. സോപ്പ് വാക്സ് എന്നാണ് സാധാരണ പറയുക. ഡാമിന്റെ ഏറ്റവും അടിത്തട്ടിലെ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയും വെള്ളത്തിലെ ആസിഡിക് കണ്ടന്റും കുറഞ്ഞ താപനിലയും കാരണം ശരീരത്തിലെ ഫാറ്റ് മുഴുവൻ ഒരു തരം വാക്സായി മാറിയിരിക്കുന്നു. ഇറ്റ്സ് ലൈക്ക് എ കാൻഡിൽ ദാറ്റ് റിഫ്യൂസ് ടു മെൽറ്റ് അവേ. ഈ പ്രക്രിയ ശരീരം അഴുകുന്നതിനെ പതുക്കെയാക്കും. രുദ്രൻ നായർ കൂടുതൽ അടുത്തേക്ക് വന്ന് സൂക്ഷ്മമായി നോക്കിക്കൊണ്ട്, അപ്പോൾ ഇത് 6 മാസം മുൻപ് കാണാതായ രാഹുലിന്റെ ബോഡി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാമോ ഫെലിക്സ് സാർ? സർ, പ്രൈമറി ഒബ്സർവേഷനിൽ ഇത് രാഹുൽ തന്നെ ആകാനാണ് സാധ്യത. ആ കറുത്ത ചരട് ഒരു സ്ട്രോങ് ഇൻഡിക്കേറ്ററാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല. ലുക്ക് അറ്റ് ദ റിബ് കേജ് ആൻഡ് ദി ആംഗിൾ ഓഫ് ദ നെക്ക്. ഇത് വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒരാളുടെ ശരീരപ്രകൃതിയല്ല. ലങ്സ് ഫ്ലാറ്റ് ആണ്. അതിനർത്ഥം അവൻ ശ്വാസം മുട്ടിയല്ല മരിച്ചത്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി, ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഈ ബോഡി വന്ന് തടഞ്ഞതല്ല. ഇതിൻ്റെ പൊസിഷനിങ് വളരെ കൃത്യമാണ്. ദിസ് ഇസ് എ ക്ലിയർ കാൽക്കുലേറ്റഡ് കേസ് ഓഫ് ബോഡി ഡംപിംഗ്. ആരും അവനെ കൊന്നിട്ട് വലിയ കല്ലുകൾ കെട്ടിത്താഴ്ത്തി ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഭദ്രമായി ഒളിപ്പിച്ചു വെച്ചതാണ്, അന്ത്യവിശ്രമത്തിനു വെച്ചതുപോലെ. രുദ്രൻ നായർ ആ മൃതദേഹത്തിനരികിൽ നിശബ്ദനായി നിന്നു. അയാൾ തൻ്റെ കണ്ണുകൾ അടച്ചു. രുദ്രന്റെ പ്രശസ്തമായ മെഡിറ്റേഷൻ. ഒരു ക്രൈം സീനിലെത്തിയാൽ ആദ്യത്തെ 10 മിനിറ്റ് അയാൾ ഒന്നും സംസാരിക്കില്ല. ചുറ്റുമുള്ള മഴയുടെ ശബ്ദവും കാറ്റിന്റെ വേഗതയും ആ ചെളിയിലെ ഓരോ ചെറിയ പാടുകളും അയാൾ തന്റെ മനസ്സിലേക്ക് ആവാഹിക്കും. ആ വിണ്ടുകീറിയ ഭൂമിയിൽ പതിഞ്ഞ ബൂട്ട്സുകളുടെ പാടുകൾ, ആ ശരീരത്തിന് ചുറ്റുമുള്ള മണ്ണിന്റെ കിടപ്പ്, എല്ലാം അയാളുടെ തലച്ചോറിൽ ഒരു മാപ്പ് പോലെ വരയ്ക്കപ്പെടുകയായിരുന്നു. രുദ്രൻ നായർ കണ്ണുകൾ പെട്ടെന്ന് തുറന്ന്, ആ സൈറൻ എന്തിനാണ് കുഞ്ഞുമോനെ? സാധാരണ ഈ സമയത്ത് അവർ അലാറം മുഴക്കാറില്ലല്ലോ. കുഞ്ഞുമോൻ
കൂടുതൽ പരിഭ്രാന്തിയോടെ. അതാണ് സാറേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. മുകളിലെ മലനിരകളിൽ മഴ കനക്കാൻ പോവുകയാണ്. ഡാം അതോറിറ്റി ഇപ്പോൾ എമർജൻസി അറിയിപ്പ് തന്നു. കൃത്യം 8 ദിവസത്തിനുള്ളിൽ ഡാമിന്റെ 5 ഷട്ടറുകളും തുറക്കും. ഈ റിസർവോയർ മുഴുവൻ നമ്മൾ നിൽക്കുന്ന ഈ ചെളിക്കുണ്ടുൾപ്പെടെ വീണ്ടും 50 അടി വെള്ളത്തിനടിയിലാവും. അപ്പോഴേക്കും നമുക്ക് ഈ ബോഡിയും തെളിവുകളും എല്ലാം മാറ്റണം. സാറേ, 8 ദിവസം. അത് കഴിഞ്ഞാൽ ഈ സത്യങ്ങളെല്ലാം പെരിയാർ കൊണ്ടുപോകും. പെട്ടെന്ന് ആ മൂടൽമഞ്ഞിനിടയിലൂടെ ചിലർ നടന്നുവരുന്ന ശബ്ദം കേട്ടു. പോലീസുകാരുടെ അകമ്പടിയോടെ ഒരു പ്രായമായ മനുഷ്യനും ഒരു സ്ത്രീയുമാണ് വരുന്നത്. രാഹുലിന്റെ അച്ഛൻ ശങ്കരനും അവരുടെ അയൽവാസിയും 6 മാസം മുൻപ് രാഹുലിനൊപ്പം കാണാതായ ലക്ഷ്മി അമ്മയുടെ മരുമകളുമായ സിന്ധുവും. സിന്ധുവിന്റെ മുഖത്ത് വല്ലാത്തൊരു ശോകഭാവമുണ്ട്. പക്ഷെ അവരുടെ ചുവടുകൾക്ക് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. ഒരു പഴയ സാരിയാണ് വേഷം. ശങ്കരൻ ഒരു തോർത്തു മുഖത്ത് വെച്ച് വിതുമ്പുന്നുണ്ടായിരുന്നു. സിന്ധു വളരെ നിയന്ത്രിതമായ ഒരു കരച്ചിലോടെ, ശബ്ദത്തിൽ കൃത്യമായ ആരോഹണ അവരോഹണങ്ങളോടുകൂടി, സാറേ, സാറേ, ഇതെന്റെ രാഹുലാണോ? ആ പാവം പയ്യൻ വലിയ കടത്തിലായിരുന്നു സാർ. അവൻ പണം തരാമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മയും കൊണ്ട് ആ രാത്രി പോയതാ. ആ പലിശക്കാരെ, ആ ലോൺ മാഫിയക്കാരെ അവൻ വലിയ പേടിയായിരുന്നു സാർ. എപ്പോഴും വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുമായിരുന്നു. സാബുവും ബാബുവും കൂടി അവനെ കൊന്നതാകുമോ സാറേ? രുദ്രൻ ഉടനെ മറുപടിയൊന്നും നൽകിയില്ല. അയാൾ സിന്ധുവിനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. അവളുടെ കൈകൾ സാരിത്തുമ്പിൽ മുറുകുന്നത് അയാൾ ശ്രദ്ധിച്ചു. സങ്കടം കൊണ്ട് വിറയ്ക്കുന്നതുപോലെയല്ല അത്, മറിച്ച് ഒരഭിനയത്തിന് തയ്യാറെടുക്കുന്നതുപോലെ വളരെ ഉറച്ച നിയന്ത്രിതമായൊരു മുറുക്കം. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിലും ആ നോട്ടം രുദ്രന്റെ മുഖത്തായിരുന്നു. അയാളുടെ പ്രതികരണം എന്താണെന്നറിയാനുള്ള ഒരാകാംക്ഷ ആ കണ്ണുകളിൽ തെളിഞ്ഞു കണ്ടു. വിവരങ്ങളിലെ വൈരുദ്ധ്യം. ശങ്കർ പൂർണ്ണമായും തകർന്നുപോയിരിക്കുന്നു. മൃതദേഹത്തിന്റെ നേർക്ക് നോക്കാൻ പോലും അയാൾക്ക് കഴിയുന്നില്ല. എന്നാൽ സിന്ധു വളരെ പെട്ടെന്ന് മൃതദേഹത്തിന്റെ കയ്യിലുള്ള ആ കറുത്ത ചരടിലേക്കൊന്ന് തറപ്പിച്ചു നോക്കി. തികച്ചും തണുത്തൊരു നോട്ടം. തൊട്ടടുത്ത നിമിഷം അവൾ തന്റെ അഭിനയം തുടർന്നുകൊണ്ട് വീണ്ടും കരച്ചിൽ തുടങ്ങി. രുദ്രൻ നായർ വളരെ ശാന്തമായി, പക്ഷേ തുളച്ചുകയറുന്ന നോട്ടത്തോടെ, നിങ്ങൾ കരയാതിരിക്കൂ സിന്ധു. സാബുവും ബാബുവും രാഹുലിനെ മർദ്ദിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? സിന്ധു പെട്ടെന്ന് കണ്ണുനീർ തുടച്ചുകൊണ്ട്, ഞാൻ നേരിട്ട് കണ്ടില്ല സാർ. പക്ഷേ ആ രാത്രി, അവർ കാണാതായ ദിവസം രാത്രി, അവരെ കവലയിൽ മദ്യപിച്ച നിലയിൽ ഞാൻ കണ്ടിരുന്നു. അമ്മയുടെ പക്കൽ ഒരുപാട് സ്വർണമുണ്ടായിരുന്നു സാർ. അതവർ തട്ടിയെടുക്കാൻ നോക്കിക്കാണും. എന്റെ അമ്മയെ അവർ എന്തു ചെയ്തു എന്ന് സാർ കണ്ടുപിടിക്കണം. രുദ്രൻ ചിന്തയിൽ, ഇവളുടെ സങ്കടം വളരെ കൃത്യതയുള്ളതാണ്. ഒരു തയ്യൽക്കാരൻ അളവെടുത്തു തുന്നിയ കുപ്പായം പോലെ. അതിലൊരൽപ്പം പോലും പിഴവില്ല. അത് തന്നെയാണ് സംശയവും. സാധാരണ മനുഷ്യർ ദുഃഖിക്കുമ്പോൾ അവർക്കിത്രയും യുക്തിഭദ്രമായി സംസാരിക്കാൻ കഴിയില്ല. അവൾ നമ്മളെ ബോധപൂർവം സാബുവിന്റെയും ബാബുവിന്റെയും പേരിലേക്ക് തിരിച്ചുവിടുകയാണ്. രുദ്രൻ നായർ, ശങ്കരൻ, നിങ്ങൾ എന്താണൊന്നും മിണ്ടാത്തത്? ഇത് നിങ്ങളുടെ മകനാണോ? ശങ്കരൻ നേരെ നോക്കുന്നു. ചുവന്ന കണ്ണുകൾ. അയാൾ ഒരടി മുന്നോട്ട് വയ്ക്കുന്നു. ആ കറുത്ത ചരണ് കാണുന്നു. ഉടനെ ഭയത്തോടെ പിന്നോട്ട് വലിയുന്നു. ദുഃഖം മാത്രമല്ല, വലിയ ഭയവുമാണ്. അയാൾ ശക്തമായി തലവെട്ടുന്നു. ശങ്കരൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ, അല്ല സാറേ, ഇതെന്റെ മോനല്ല. അവൻ എങ്ങോട്ടോ പോയതാ. അവൻ വരും. സാറേ, എന്നെ വിട്ടേക്ക്. എനിക്കൊന്നും കാണണ്ട. രുദ്രൻ, ശരി, 8 ദിവസം. 8 ദിവസത്തിനുള്ളിൽ ഷട്ടറുകൾ തുറക്കും. ഫെലിക്സ്, എനിക്ക് ഈ ബോഡിയുടെ കംപ്ലീറ്റ് ഓട്ടോപ്സി റിപ്പോർട്ട് നാളെ രാവിലെ തന്നെ കിട്ടണം. ഇതിൽ നിന്നും കിട്ടാവുന്ന DNA-യും ടോക്സിക്കോളജിയും ഉൾപ്പെടെ. കുഞ്ഞുമോൻ, ആ സാബുവിന്റെയും ബാബുവിന്റെയും സ്ക്രാപ്പ് യാർഡ് നമ്മൾ ഉടനെ നിരീക്ഷിക്കണം. ആ പലിശക്കാർക്ക് ഈ മരണത്തിൽ എന്തു പങ്കുണ്ടെന്ന് നമുക്കറിയണം. തീയതി ജൂലൈ 15. സമയം രാവിലെ 10:30 AM. സ്ഥലം രാജൻ സിന്ധു നിവാസ്, കട്ടപ്പന. കട്ടപ്പന ടൗണിന് അല്പം മാറിയുള്ള ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ആ വീട്. പുറമേ നിന്ന് നോക്കിയാൽ തികച്ചും സാധാരണമായൊരു വീട്. പക്ഷേ അതിൻ്റെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത നിശബ്ദത നിങ്ങളെ ശ്വാസം മുട്ടിക്കും. മുറ്റത്തെ റബ്ബർ മരങ്ങളിൽ നിന്ന് ഇറ്റുവീഴുന്ന വെള്ളത്തുള്ളികൾ പോലും ഒരു വല്ലാത്ത താളത്തിലാണ് താഴെ വീഴുന്നത്. രുദ്രൻ നായരും കുഞ്ഞുമോനും ആ വീടിന്റെ ഉമ്മറത്തേക്ക് കയറി. ഉമ്മറത്തിരുന്ന പഴയൊരു ചാരുകസേരയിൽ രാജൻ ഇരിക്കുന്നുണ്ട്. ലക്ഷ്മി അമ്മയുടെ വളർത്തുമകൻ. അയാൾക്ക് ഒരുതരം തളർച്ച അനുഭവപ്പെടുന്നതുപോലെ തോന്നി. കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു. രുദ്രൻ നായർ ശബ്ദം വളരെ മൃദുവായി, രാജൻ, നമ്മളിന്ന് വന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല. പക്ഷേ രാഹുലിന്റെ മൃതദേഹം തിരിച്ചറിയാൻ ശങ്കരൻ മടിക്കുന്നു.
ഒരച്ഛൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ വെറുമൊരു അയൽക്കാരൻ മാത്രമല്ലല്ലോ. ലക്ഷ്മി അമ്മയെ കാണാതായ അന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? രാജൻ: സാറേ, അമ്മ പോയതിൽ പിന്നെ ഈ വീട്ടിൽ വെളിച്ചം വന്നിട്ടില്ല. രാഹുൽ ആ രാത്രി വന്നത് അമ്മയുടെ കയ്യിൽ നിന്ന് പണം ചോദിക്കാനാണ്. അവന് കുറേ കടങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അമ്മ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അവൾ എന്തെങ്കിലും നൽകിക്കാണും. പക്ഷേ അവർ രണ്ടുപേരും കൂടി എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയില്ല സാറേ. സിന്ധുവാണ് അവരെ അവസാനമായി കണ്ടത്. അകത്തെ മുറിയിൽ നിന്ന് സിന്ധു പുറത്തേക്ക് വന്നു. കയ്യിൽ ആവി പറക്കുന്ന കട്ടൻ കാപ്പിയുമായുള്ള ഒരു ട്രേ ഉണ്ട്. അവളുടെ വേഷം ലളിതമായൊരു കോട്ടൺ സാരിയാണ്. തലമുടി പിന്നിലേക്ക് ഒതുക്കിക്കെട്ടിയിരിക്കുന്നു. മുഖത്ത് വല്ലാത്ത ഒരു ശാന്തതയുണ്ട്. ആ ശാന്തതയാണ് രുദ്രനെ അസ്വസ്ഥനാക്കുന്നത്. അവളുടെ കണ്ണുകൾ ഒരിക്കൽ പോലും താഴേക്ക് നോക്കുന്നില്ല. അവ നേരെ രുദ്രന്റെ കണ്ണുകളിലേക്ക് തറച്ചു നിൽക്കുന്നു. അത് സാധാരണ ഒരു വീട്ടമ്പയുടെ നോട്ടമല്ല. സിന്ധു കാപ്പിക്കപ്പ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട്: സറേ, കാപ്പിയെടുക്കൂ. ഈ മഴയത്ത് അല്പം ചൂടുള്ളത് അകത്തെത്തിയാൽ മനസ്സിനും ശരീരത്തിനും ഒരാശ്വാസം കിട്ടും. അമ്മ എപ്പോഴും പറയുമായിരുന്നു, വിരുന്നുകാരെ വെറും കൈയോടെ മടക്കരുത് എന്ന്. അമ്മയില്ലാത്ത ഈ വീട്ടിൽ ഞാനത് തെറ്റിക്കില്ല. രുദ്രൻ കാപ്പിക്കപ്പ് കയ്യിലെടുക്കാതെ തന്നെ: സിന്ധു, നിങ്ങളുടെ വീട് വളരെ വൃത്തിയുള്ളതാണല്ലോ. അടുക്കളയിലെ ഓരോ സ്പൈസ് ജാറുകളും ഒരു മിലിറ്ററി ഡിസിപ്ലിനോടെയാണ് വെച്ചിരിക്കുന്നത്. ജീവിതത്തിലും നിങ്ങൾ ഇതേ കൃത്യത ആഗ്രഹിക്കുന്ന ഒരാളാണോ? എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? സിന്ധുവിന്റെ വിരലുകൾ ആ സാരിത്തുമ്പിൽ ഒന്ന് മുറുകി, വെറുമൊരു നിമിഷത്തേക്ക് മാത്രം. അവളുടെ കണ്ണുകളിൽ ദേഷ്യത്തിന്റെ ഒരു ചെറിയ മിന്നലാട്ടം കണ്ടെങ്കിലും വന്ന വേഗത്തിൽ തന്നെ അത് മാഞ്ഞുപോയി. പകരം ആഴത്തിലുള്ള ഒരു ശൂന്യതയും സങ്കടവും അവിടെ നിറഞ്ഞു. പതുക്കെ ജനലരികിലേക്ക് നടന്ന് അവൾ ആ കാർമേഘങ്ങളെ നോക്കി നിന്നു. സിന്ധു: സാറേ, അമ്മയുടെ ശീലമാണത്. അമ്മയ്ക്കെല്ലാം അതിൻ്റെ സ്ഥാനത്ത് വേണം. ഈ വീടിൻ്റെ ഓരോ ഇഷ്ടികയും അമ്മയുടെ അധ്വാനമാണ്. അത് വൃത്തിയായി സൂക്ഷിക്കുക എന്നത് എൻ്റെ കടമയല്ലേ? അമ്മ പോയതിൽ പിന്നെ ആ ശീലം തെറ്റിക്കാൻ എനിക്ക് തോന്നിയില്ല. സാർ, ആ രാഹുലിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അവനൊരു പാവമായിരുന്നു എന്നാണ്. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ഭയമുണ്ടായിരുന്നു. ഈ ലോൺ മാഫിയക്കാരെ അവൻ വലിയ പേടിയായിരുന്നു. സാബുവും ബാബുവും അവനെ മർദ്ദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാർ, ആ സ്ക്രാപ്പ് യാർഡ് ഒന്ന് പരിശോധിക്കണം. അവിടെയാണ് ആ കൊലയാളികൾ ഒളിച്ചിരിക്കുന്നത്. രുദ്രൻ: നിങ്ങൾ പറഞ്ഞത് ശരിയാകാം സിന്ധു. പക്ഷേ രാഹുൽ എന്തിനാണ് ലക്ഷ്മി അമ്മയെയും കൊണ്ട് ആ രാത്രി ആശുപത്രിയിൽ പോയത്? ആശുപത്രിയിലെ റെക്കോർഡുകൾ പറയുന്നത് രാഹുൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാണ്. പക്ഷേ അവിടെ നിന്ന് ലക്ഷ്മി അമ്മയോടൊപ്പം രക്ഷപ്പെട്ടു. ആ രാത്രി നിങ്ങളെവിടെയായിരുന്നു? സിന്ധു: ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സാർ. രാജനെന്ന് എറണാകുളത്ത് ഒരു ജോലിക്ക് പോയതായിരുന്നു. ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു. രാഹുൽ വന്നപ്പോൾ അമ്മ അവനോടൊപ്പം ഇറങ്ങിപ്പോയി. ആശുപത്രിയിൽ പോകണം എന്ന് മാത്രമാണ് അമ്മ പറഞ്ഞത്. എനിക്കവരെ തടയാൻ കഴിഞ്ഞില്ല സാർ. ഞാനൊരു സ്ത്രീ തന്നെയല്ലേ? രുദ്രൻ ചിന്തയിൽ: ഇവൾ നമ്മളെ ബോധപൂർണം ഒരു ദിശയിലേക്ക് നയിക്കുകയാണ്. അവൾ നൽകുന്ന വിവരങ്ങളെല്ലാം സാബുവിനും ബാബുവിനുമെതിരെയാണ്. ഒരു സിംഗിൾ പേഴ്സ്പെക്റ്റീവ് ട്രാപ്പ്. അവൾ പറയുന്ന വഴിയിലൂടെ നടന്നാൽ അവൾ ആഗ്രഹിക്കുന്നിടത്തെത്തും. അവൾ ലക്ഷ്മി അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവളുടെ ശബ്ദത്തിൽ ഒരു വല്ലാത്ത അവകാശം മുഴങ്ങുന്നുണ്ട്. അത് സ്നേഹമല്ല, അത് അധികാരമാണ്. കുഞ്ഞുമോൻ ഫോണിലൂടെ: സാറേ, ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ഫെലിക്സ് വിളിക്കുന്നു. ഒരു പ്രധാന തെളിവ് കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആശുപത്രിയിലെ CCTV ഫുട്ടേജുകൾ ആരോ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. സർവർ റൂമിലെ കേബിളുകൾ വെട്ടിമാറ്റിയിരിക്കുകയാണ്. ഇതൊരു സ്വാഭാവിക തകരാറല്ലെന്ന് IT ടീം പറയുന്നു. രുദ്രൻ നായർ: സിന്ധു, ആശുപത്രിയിലെ സർവർ റൂമിലെ കേബിളുകൾ മുറിക്കാൻ ആർക്കാണിത്ര താൽപ്പര്യം? ആ രാത്രി ആശുപത്രിയിൽ രാഹുലിനെ കാണാൻ നിങ്ങൾ പോയിരുന്നോ? വിസിറ്റർ റെക്കോർഡിൽ നിങ്ങളുടെ പേരിനോട് സാമ്യമുള്ള ഒരൊപ്പ് ഞങ്ങൾ കണ്ടു. സിന്ധു: സാർ, കട്ടപ്പനയിൽ അനിത എന്ന പേരിൽ ഒരുപാട് പേരുണ്ടാകും. സിന്ധു എന്ന പേരിലും. ഞാൻ ആ രാത്രി ആശുപത്രിയിൽ പോയിട്ടില്ല. എന്റെ കുട്ടികളെ നോക്കാൻ ഇവിടെ ആരുമില്ലായിരുന്നു. സാർ എന്തിനാണ് എന്നെ സംശയിക്കുന്നത്? ഞാൻ ആ വൃദ്ധയെ സ്വന്തം അമ്മയെപ്പോലെയാണ് നോക്കിയത്. രുദ്രൻ നായർ: കുഞ്ഞുമോൻ, നമ്മൾ ഉടനെ ആശുപത്രിയിലേക്ക് പോകണം. സിന്ധു, നിങ്ങളുടെ ഓരോ വാക്കും ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഓർമ്മിക്കുക,
ഈ മഴ പെയ്തു തോരുമ്പോൾ പല മുഖമൂടുകളും അഴിഞ്ഞു വീഴും. 8 ദിവസത്തിനുള്ളിൽ സത്യം പുറത്തുവരും. സിന്ധു ഒരു തണുത്ത ചിരിയോടെ. സത്യം എപ്പോഴും ലളിതമാണ് സാർ, പക്ഷെ നമ്മൾ അതിനെ സങ്കീർണമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. സാർ, ആ പലിശക്കാരെ പിടിച്ചാൽ എല്ലാം തെളിയും. തീയതി ജൂലൈ 16, സമയം ഉച്ചയ്ക്ക് 2 AM, സ്ഥലം രാജൻ സിന്ധു എസ്റ്റേറ്റ്, കട്ടപ്പന. അന്തരീക്ഷത്തിൽ കനത്തൊരു ഹ്യൂമിഡിറ്റിയുണ്ട്. ശ്വസിക്കുമ്പോൾ പോലും ശ്വാസകോശത്തിൽ വെള്ളം നിറയുന്ന പ്രതീതി. ഡോക്ടർ ഫെലിക്സ് തന്റെ പ്ലാസ്റ്റിക് റെയിൻകോട്ട് മുറുക്കി ധരിച്ചിട്ടുണ്ട്. അയാൾക്ക് അട്ടകളെ വലിയ പേടിയാണ്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും അയാൾ തന്റെ ഷൂസിലേക്ക് നോക്കുന്നുണ്ട്. കുഞ്ഞുമോൻ ഒരു കൈയിൽ വലിയൊരു ടോർച്ചും മറുകൈയിൽ ഒരു മരക്കഷ്ണവുമായി മുന്നിൽ നടക്കുന്നു. രുദ്രൻ നായർ എല്ലാവർക്കും പിന്നിലായി ആ തോട്ടത്തിലെ ഓരോ മരവും ഓരോ താഴ്ചയും ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ടുവരികയാണ്. ഫെലിക്സ് തോമസ് കിതച്ചുകൊണ്ട്, "സാർ, ഐ കാൻ ബിലീവ് ഐം ഡൂയിങ് ദിസ്. ലണ്ടനിലെ ലബോറട്ടറികളിൽ AC-യിലിരുന്ന് ജോലി ചെയ്യേണ്ട ഞാൻ ഈ ചെളിയിൽ അട്ടകളോട് യുദ്ധം ചെയ്യുകയാണ്. പ്ലസ് ഈ ഹ്യൂമിഡിറ്റി. ദിസ് ഈസ് പെർഫെക്റ്റ് ഫോർ ബാക്ടീരിയൽ ഗ്രോത്ത്. സാർ, ഈ മണ്ണ് ശ്രദ്ധിച്ചോ? ഇതിന് വല്ലാത്തൊരു നൈട്രജൻ സ്മെല്ലുണ്ട്. ആരോ ഇവിടെ വലിയ രീതിയിൽ വളമിട്ടിട്ടുണ്ട്. പക്ഷേ അത് സാധാരണ റബ്ബറിന് നൽകുന്ന വളമല്ല ഫെലിക്സ്. അത് കുമ്മായത്തിന്റെ അഥവാ ക്വിക്ക് ലൈമിന്റെ ഗന്ധമാണ്. ഒരു മൃതദേഹത്തെ വേഗത്തിൽ അഴുകാൻ സഹായിക്കുന്ന ഒന്നാണ് കുമ്മായം. ഈ എസ്റ്റേറ്റിൽ എവിടെയോ അവർ കുഴി വെട്ടിയിട്ടുണ്ട്. സിന്ധു നമ്മളെ ആ സ്ക്രാപ്പ് യാർഡിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നില്ലേ?" കുഞ്ഞുമോൻ പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട്, "അയ്യോ സാറേ, ഒരെണ്ണം എൻ്റെ കഴുത്തിൽ കയറി. സാറേ, രക്ഷിക്കണേ!" കഴുത്തിൽ കടിച്ചു തൂങ്ങിയ തടിച്ച കറുത്ത അട്ടയെ മാറ്റാൻ നോക്കി കുഞ്ഞുമോൻ വെപ്രാളപ്പെട്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. രുദ്രൻ വളരെ ശാന്തനായി തന്റെ പോക്കറ്റിൽ നിന്നൊരു ചെറിയ പൊതി ഉൾപ്പെടുത്ത് അട്ടയുടെ മുകളിലേക്ക് വിതറി. നിമിഷങ്ങൾക്കകം അത് ചുരുണ്ട് താഴെ വീണു. "കുഞ്ഞുമോൻ, നീയൊരു പോലീസ് ഓഫീസറല്ലേ? ഇടുക്കിക്കാരനായ നിനക്ക് അട്ടയെ പേടിയാണെങ്കിൽ ഈ കേസ് എങ്ങനെ നമ്മൾ തെളിയിക്കും? ശ്രദ്ധിക്ക്, ആ പഴയ തെങ്ങിൻ തടങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് തിളങ്ങുന്നു." കുഞ്ഞുമോൻ പതുക്കെ ആ ഭാഗത്തെ ഇലകൾ നീക്കം ചെയ്തു. അവിടെ ചെളിയിൽ പകുതി പൂഴ്ത്തിയ നിലയിൽ ഒരു വസ്തു ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു മോട്ടോർ സൈക്കിളിന്റെ റിയർ വ്യൂ മിറർ. അത് പൊട്ടിയിരുന്നില്ല. മഴവെള്ളത്തിൽ കഴുകി വൃത്തിയായ ആ കണ്ണാടിയിൽ ആ നിമിഷം ഇരുണ്ട ആകാശം പ്രതിഫലിച്ചു. കുഞ്ഞുമോൻ ആവേശത്തോടെ, "സാറേ, കിട്ടി! രാഹുലിന്റെ ബൈക്കിന്റെ മിറർ. ഇത് രാഹുലിന്റേത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. അവന്റെ ബൈക്കിന് ഇതുപോലെയുള്ള കറുത്ത മിററാണുണ്ടായിരുന്നത്. സാറേ, അപ്പോൾ ബൈക്ക് റിസർവോയറിലില്ല, അത് ഈ എസ്റ്റേറ്റിൽ തന്നെയുണ്ട്." ഫെലിക്സ് തോമസ് തന്റെ സ്കാനർ മിററിനരികിലേക്ക് പിടിച്ചുകൊണ്ട്, "വെയിറ്റ് എ സെക്കൻഡ് കുഞ്ഞുമോൻ. സാർ, ഈ മിറർ നോക്കിയേ. ഇതിൽ പറ്റിയിരിക്കുന്ന ചെളി. ദിസ് ഇസ് പ്യുവർ എസ്റ്റേറ്റ് സോയിൽ. ഇത് റിസർവോയറിലെ ആ നരച്ച ചെളിയല്ല. അതിനർത്ഥം ഈ ബൈക്ക് ഒരിക്കലും വെള്ളത്തിനടിയിൽ പോയിട്ടില്ല. ആരോ ഇതിവിടെ പ്ലാന്റ് ചെയ്തതാണ്. നമ്മളിത് കണ്ടെത്തുമെന്ന് ഉറപ്പുള്ള ഒരിടത്ത് ആരോ ഇത് ഭദ്രമായി വെച്ചിരിക്കുന്നു." രുദ്രൻ നായർ: "അതാണിതിലെ ട്വിസ്റ്റ്. സിന്ധു നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞുവിട്ടത് ഈ തെളിവ് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയാണ്. സാബുവിനും ബാബുവിനുമെതിരെ ഒരു ശക്തമായ തെളിവ് നമുക്ക് നൽകാൻ. ബൈക്ക് എസ്റ്റേറ്റിലുണ്ടെങ്കിൽ അതവർ ഇവിടെ ഉപേക്ഷിച്ചതാണെന്ന് നമ്മൾ കരുതും. പക്ഷേ അവൾ ഒരു കാര്യം മറന്നു. സയൻസ് കള്ളം പറയില്ല. ഫെലിക്സ്, ആ ചെളിയുടെ സാമ്പിൾ എടുക്ക്." രുദ്രൻ ചിന്തയിൽ: "സിന്ധു ഒരു ചെസ് പ്ലെയറെ പോലെയാണ് ഓരോ കരുകളും നീക്കുന്നത്. അവൾ നമുക്ക് മുന്നിൽ ഇട്ടുകൊടുക്കുന്ന ഓരോ തെളിവും അവളെ രക്ഷിക്കാനുള്ളൊരു മറയാണ്. അവൾ സാബുവിനെ ഒരു ബലിയാടാക്കാൻ ശ്രമിക്കുകയാണ്." റബ്ബർ മരങ്ങൾക്കിടയിലെ കട്ടപ്പുകമഞ്ഞിലേക്ക് രുദ്രൻ കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി. ഹുഡുള്ളൊരു പ്ലാസ്റ്റിക് കോട്ട് ധരിച്ച് തങ്ങളിൽ നിന്ന് വേഗത്തിൽ അകൽ നടക്കുന്ന ഒരു കറുത്ത രൂപം അവൻ കണ്ടു. അത് സിന്ധുവിന്റെ വിശ്വസ്തനായ സഹായി ഷാജിയായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു മൺവെട്ടിയുമുണ്ടായിരുന്നു. രുദ്രൻ: "കുഞ്ഞുമോൻ, പിടിക്കവനെ, അവൻ നമ്മളെ നിരീക്ഷിക്കുകയായിരുന്നു." 5 മിനിറ്റോളം നീണ്ട ഓട്ടത്തിനു ശേഷം ആ രൂപം കോടമഞ്ഞിനുള്ളിൽ അപ്രത്യക്ഷമായി. കുഞ്ഞുമോൻ തളർന്ന് തിരിച്ചുവന്നു. അവന്റെ റെയിൻകോട്ട് മുഴുവൻ കീറിയിരുന്നു. മുഖത്ത് മുള്ളുകൾ കൊണ്ട പോറലുകളുണ്ട്. കുഞ്ഞുമോൻ കിതച്ചുകൊണ്ട്, "സാറേ, അവൻ രക്ഷപ്പെട്ടു. ആ കോടമഞ്ഞിനുള്ളിൽ അവൻ മാഞ്ഞുപോയി. പക്ഷേ അവൻ സിന്ധുവിന്റെ വീട്ടിലെ ജോലിക്കാരൻ ഷാജിയായിരുന്നുവെന്നെനിക്ക് ഏകദേശം ഉറപ്പാണ്. അവൻ എന്തിനാണ് നമ്മളെ ഒളിച്ചു നോക്കുന്നത്?" രുദ്രൻ: "അവൻ പേടിക്കുന്നു കുഞ്ഞുമോൻ. നമ്മൾ സത്യത്തിന് തൊട്ടടുത്തെത്തിയെന്ന് അവർക്കറിയാം. ഫെലിക്സ്, നമ്മൾ ഇപ്പോൾ തന്നെ ആ സ്ക്രാപ്പ് യാർഡിലേക്ക് പോകണം. സാബുവിനെ ഒന്ന് സന്ദർശിക്കേണ്ട സമയമായി. പക്ഷേ ഓർക്കുക, നമ്മൾ കാണുന്നത് വെറും പകുതി സത്യങ്ങൾ മാത്രമായിരിക്കും. ഇനി 4 ദിവസം മാത്രം. ഷട്ടറുകൾ തുറക്കുമ്പോൾ ഈ മണ്ണിലെ രഹസ്യങ്ങൾ കഴുകിപ്പോകും. നമുക്ക് വേഗത്തിൽ നീങ്ങണം. സയൻസും പോലീസും ഒരേപോലെ ഓടണം." തീയതി ജൂലൈ 17, സമയം രാത്രി 11:45 PM, സ്ഥലം സാബുവിന്റെ സ്ക്രാപ്പ് യാർഡ്, കട്ടപ്പന ടൗണിനു പുറത്ത്. യാർഡിന്റെ തുരുമ്പിച്ച ഇരുമ്പ് ഗേറ്റ് മഴയത്ത് ഒരു പ്രേതത്തെപ്പോലെ നിൽക്കുകയാണ്. ഉള്ളിൽ ഒരു ചെറിയ മഞ്ഞ വെളിച്ചം മാത്രം മിന്നിമറയുന്നു.
ചുറ്റും കൂട്ടിയിട്ടിരിക്കുന്ന പഴയ കാറുകളുടെ എഞ്ചിനുകളും തുരുമ്പിച്ച ഇരുമ്പ് കമ്പികളും ആ സ്ഥലത്തിന് ഒരു ഭീകരത നൽകുന്നുണ്ട്. രുദ്രൻ നായർ ബൊലേറോയിൽ നിന്നിറങ്ങി. അയാളുടെ കയ്യിൽ ഒരു സെർച്ച് വാറന്റ് ഉണ്ട്. പുറകിൽ കുഞ്ഞുമോനും ഒരു സംഘം പോലീസുകാരും റെഡിയായി നിൽക്കുന്നു. ഫെലിക്സ് തന്റെ ലൂമിനോൾ സ്പ്രേയും ലൈറ്റുകളുമായി കാറിൽ തന്നെയിരുന്നു. സാബുവും ബാബുവും അവിടെ കൈയോടെ പിടിക്കപ്പെട്ടു. തുരുമ്പിച്ച ഒരു മെറ്റൽ വീപ്പയിലിട്ട് രക്തം പുരണ്ട വസ്ത്രങ്ങൾ വെപ്രാളപ്പെട്ട് കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ. വസ്ത്രങ്ങൾ കത്തുന്ന മണവും കെമിക്കൽ ഇന്ധനത്തിന്റെ ഗന്ധവും. പഴയ തുണി കത്തിക്കുന്നത് ഇപ്പോഴത്തെ നിന്റെ വിനോദമാണോ? അനിലിന്റെ ഫോണും ഹെൽമറ്റും നീ എവിടെയാണ് ഒളിപ്പിച്ചത്? സാബു: സാറേ, ഞങ്ങൾ അവനെ ഒന്ന് പേടിപ്പിച്ചതാ. പണം തരാമെന്ന് പറഞ്ഞിട്ട് അവൻ പറ്റിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ അവനെ കൊന്നിട്ടില്ല സാറേ. അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് സത്യമാണ്. പക്ഷേ അവൻ ഇവിടുന്ന് ഓടിപ്പോയതാ. രുദ്രൻ: ഓടിപ്പോയവൻ എങ്ങനെ ഡാമിന്റെ അടിത്തട്ടിലെത്തി? നീ അതു പറ. അതേസമയം ഡോക്ടർ ഫെലിക്സ് ആ ഷെഡിനുള്ളിലെ ഓരോ മൂലയും സൂക്ഷ്മമായി പരിശോധിക്കുകയായിരുന്നു. അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ലൂമിനോൾ സൊല്യൂഷൻ ഒരു പഴയ മരബെഞ്ചിന് താഴെ സ്പ്രേ ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ ആ ഇരുട്ടിൽ ഒരു നീല വെളിച്ചം തെളിഞ്ഞുവന്നു. മനുഷ്യരക്തത്തിന്റെ സാന്നിധ്യം. ഫെലിക്സ് തോമസ്: സർ, വി ഗോട്ട് ഇറ്റ്. പോസിറ്റീവ് റിയാക്ഷൻ. ഈ ബെഞ്ചിലും തറയിലും രക്തമുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. ആ ടയറുകൾക്കിടയിൽ ഇരിക്കുന്നത് രാഹുലിന്റെ ഹെൽമറ്റാണ്. ഇതിൽ രക്തത്തിന്റെ കറകൾ ഇപ്പോഴും പച്ചയായിട്ടുണ്ട്. സയൻസ് ഒരിക്കലും കള്ളം പറയില്ല. സാബു, നിനക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല. കുഞ്ഞുമോൻ ഒരു പഴയ എഞ്ചിൻ ബ്ലോക്കിന്റെ ഉള്ളിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ പുറത്തെടുത്തുകൊണ്ട്: സാറേ, ദാ ഇതിനുള്ളിൽ രാഹുലിന്റെ ഫോൺ. ഇതിലെ കോൾ റെക്കോർഡ്സിൽ അവസാനമായി വിളിച്ച നമ്പർ സാബുവിൻ്റേതാണ്. സാറേ, കേസ് തെളിഞ്ഞു. ഇവർ തന്നെയാണ് പ്രതികൾ. രുദ്രൻ ആ തെളിവുകൾ ഒന്നുകൂടി പരിശോധിച്ചു. ഹെൽമെറ്റ്, ഫോൺ, പിന്നെ ആ രക്തപ്പാടുകൾ എല്ലാം കൃത്യമായി ഒത്തുവരുന്നുണ്ട്. എന്നാൽ ആവശ്യത്തിലധികം കൃത്യതയുള്ളതുപോലെയുണ്ട്. പേടിച്ചു വിളറിയ മുഖത്തോടെ സാബുവിനെയും ബാബുവിനെയും പോലീസ് വാനിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയി. ഒരു നിമിഷം ആ മഴയത്ത് ഒറ്റയ്ക്ക് നിന്ന് രുദ്രൻ ചുറ്റുമുള്ള എസ്റ്റേറ്റ് കുന്നുകളിലേക്ക് കണ്ണോടിച്ചു. രുദ്രൻ ചിന്തയിൽ. ഒരു പസിലിന്റെ എല്ലാ കഷ്ണങ്ങളും ഇത്ര വേഗത്തിൽ ഒത്തുവരുന്നതെന്തുകൊണ്ടാണ്? ഇവർ കൊലയാളികളാണെങ്കിൽ എന്തിനാണ് ഇത്രയും വിലപ്പെട്ട തെളിവുകൾ സ്വന്തം യാർഡിൽ തന്നെ സൂക്ഷിച്ചുവച്ചത്? രാഹുലിന്റെ ഹെൽമറ്റും ഫോണും അവർക്കിപ്പോഴേ നശിപ്പിക്കാമായിരുന്നു. പക്ഷേ അവർ അത് ചെയ്തില്ല. ആരോ അവരെ ഈ കുരുക്കിൽ പെടുത്തിയതാണോ? അതോ ഇവർ വെറും വിഡ്ഢികളായ ക്രിമിനലുകളാണോ? പിറ്റേന്ന് രാവിലെ കേരളത്തിലെ എല്ലാ വാർത്താ ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസ് വന്നു. ഇടുക്കി റിസർവോയർ കൊലപാതകത്തിന് അന്ത്യം. ലോൺ മാഫിയയുടെ തലവന്മാർ പിടിയിൽ. ഡിവൈഎസ്പി രുദ്രൻ നായരുടെ സാഹസികമായ നീക്കം. ന്യൂസ് മോണ്ടാഷിൽ രുദ്രൻ നായർ SP കുരുവിളയിൽ നിന്ന് സല്യൂട്ട് സ്വീകരിക്കുന്നത് കാണാം. സ്റ്റേഷനു മുന്നിൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അവരെല്ലാം രുദ്രൻ നായരെയും സംഘത്തെയും അഭിനന്ദിക്കുകയാണ്. സിന്ധു ടിവിയിൽ കണ്ണുകൾ തുടച്ചുകൊണ്ട് വല്ലാത്തൊരു സമാധാനത്തോടെ: സാറേ, നീതി ജയിച്ചു. എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. എന്റെ രാഹുലിന് ഇനി സമാധാനമായി ഉറങ്ങാം. ഇടുക്കി പോലീസിന് എന്റെ വലിയൊരു നന്ദി. SP കുരുവിള: വെൽ ഡൺ രുദ്ര. 4 ദിവസത്തിനുള്ളിൽ കേസ് സോൾവ് ചെയ്തു. ഗവൺമെന്റ് അത്യന്തം സംതൃപ്തരാണ്. ഡാം ഷട്ടറുകൾ തുറക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ലക്ഷ്യത്തിലെത്തി. നമുക്ക് ഈ കേസ് ഇന്ന് തന്നെ ക്ലോസ് ചെയ്യാം. രുദ്രൻ നായർ ഗൗരവം വിടാതെ: സർ, നമുക്ക് വിജയങ്ങളിൽ ധൃതി കാണിക്കേണ്ടതില്ല. തെളിവുകൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവ പറയുന്ന സത്യം എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടില്ല. ഫെലിക്സിന്റെ ഫൈനൽ റിപ്പോർട്ട് വരാൻ ഞാൻ കാത്തിരിക്കുന്നു. ഈ കേസിൽ ഇനിയും ചില നിഗൂഢതകൾ ബാക്കിയുണ്ട്. മങ്ങിയ വെളിച്ചമുള്ള തന്റെ ഓഫീസിലിരുന്ന് രുദ്രൻ തെളിവുകളുടെ ലിസ്റ്റ് അഥവാ എവിഡൻസ് ലോഗ് പരിശോധിക്കുകയാണ്. കൈപ്പുള്ള കറുത്ത കോഫി അയാളൊരു കവിൾ കുടിച്ചു. മുൻപത്തെ പല കേസുകളിലും കണ്ടിട്ടുള്ള ഫോൾസ് റെസല്യൂഷൻ എന്ന രീതിയിലേക്കാണ് അയാളുടെ ചിന്തകൾ വീണ്ടും വീണ്ടും പോകുന്നത്. കൊലയാളികൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞു. എങ്കിലും യഥാർത്ഥ ബുദ്ധികേന്ദ്രം ഇപ്പോഴും പുറത്തുണ്ട്. നിഴലിലിരുന്ന് ഈ ആഘോഷങ്ങളെല്ലാം അയാൾ നോക്കിക്കാണുന്നു. തീയതി ജൂലൈ 18. സമയം പുലർച്ചെ 2 AM. സ്ഥലം സ്റ്റേറ്റ് ഫോറൻസിക് ലാബറട്ടറി, കോട്ടയം. ലാബറട്ടറിയിലെ വെള്ള വെളിച്ചത്തിന് താഴെ ഫെലിക്സ് ഇരിക്കുകയാണ്. കയ്യിലെ ഗ്ലൗസുകൾ രക്തസാമ്പിളുകൾ കൊണ്ട് അല്പം വികൃതമായിരിക്കുന്നു. അയാൾ
മൈക്രോസ്കോപ്പിലൂടെ അവസാനത്തെ സ്ലൈഡ് നോക്കുകയായിരുന്നു. അയാളുടെ കണ്ണുകളിൽ അവിശ്വസനീയതയായിരുന്നു. ആ മുറിയിലേക്ക് രുദ്രൻ നായർ കടന്നുവന്നു. അയാളുടെ കയ്യിൽ 2 കപ്പ് കട്ടൻ കാപ്പിയുണ്ടായിരുന്നു. രുദ്രന്റെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണമുണ്ട്. പക്ഷേ കണ്ണുകളിൽ ആ പഴയ തിളക്കം ഇപ്പോഴുമുണ്ട്. രുദ്രൻ നായർ 1 കപ്പ് കാപ്പി ഫെലിക്സിന് നേരെ നീട്ടിക്കൊണ്ട്, "എന്താ ഫെലിക്സ്, നീ ഇതുവരെ വീട്ടിൽ പോയില്ലേ? കേസ് ജയിച്ചില്ലേ നമ്മൾ? സാബുവും ബാബുവും കസ്റ്റഡിയിലാണ്. കുറ്റസമ്മതമൊഴി അവർ നൽകിക്കഴിഞ്ഞു. എന്തിനാണ് നീ ഇപ്പോഴും ഈ മൈക്രോസ്കോപ്പിന് മുന്നിൽ ഉറക്കമിളച്ചിരിക്കുന്നത്?" ഫെലിക്സ് തോമസ്: "സർ, നമ്മൾ വലിയൊരു തെറ്റു ചെയ്തു. ആ സ്ക്രാപ്പ് യാർഡിൽ നമ്മൾ കണ്ടത് സത്യമല്ല, അതൊരു ഡിസ്റ്റോർഷനായിരുന്നു. സർ, സയൻസ് കള്ളം പറയില്ല എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ആ സയൻസ് ഇന്ന് നമ്മളെ തിരുത്തിയിരിക്കുകയാണ്." രുദ്രൻ നായർ ഗൗരവത്തോടെ കസേരയിൽ ഇരുന്നുകൊണ്ട്: "വ്യക്തമായി പറ ഫെലിക്സ്, എന്താണ് നിന്റെ റിപ്പോർട്ടിലുള്ളത്?" ഫെലിക്സ് തന്റെ ലാപ്ടോപ്പ് രുദ്രന് നേരെ തിരിച്ചുവെച്ചു. സ്ക്രീനിൽ ചുവന്ന രക്താണുക്കളുടെ വികൃതമായ ചിത്രങ്ങൾ തെളിഞ്ഞുവന്നു. അയാൾ തന്റെ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ആ ചിത്രങ്ങളിൽ തൊട്ടു. അയാളുടെ വാക്കുകൾ ഒരു ഇൻസ്ട്രക്ടറുടെ ഗാംഭീര്യത്തോടെ പുറത്തുവന്നു. ഫെലിക്സ് തോമസ്: "സർ, സാബുവിന്റെ യാർഡിൽ നിന്ന് കിട്ടിയ ആ ഹെൽമെറ്റിലെ രക്തം, അതിൽ ഹെപ്പാരിൻ എന്ന മരുന്നിന്റെ അളവ് വളരെ കൂടുതലാണ്. ഇതൊരു ആന്റി കൊയാഗുലന്റാണ്, അതായത് രക്തം കട്ടപിടിക്കാതിരിക്കാൻ ആശുപത്രിയിൽ രോഗികൾക്ക് നൽകുന്ന മരുന്ന്." രുദ്രൻ നായർ: "അതിന്റെ അർത്ഥം രാഹുൽ ആശുപത്രിയിലായിരുന്നപ്പോൾ ആരോ അവനെ ഈ മരുന്ന് നൽകിയിട്ടുണ്ടെന്നല്ലേ? അതിലെന്താണിത്ര അത്ഭുതം?" ഫെലിക്സ് തോമസ്: "അതുമാത്രമല്ല സർ, സാധാരണ രക്തം ശരീരത്തിൽ നിന്ന് പുറത്തുവന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ കട്ടപിടിക്കും. പക്ഷേ ഈ രക്തം, ഇറ്റ് റെഫ്യൂസ് ടു ഹാർഡൻ. ഒരു നിലയ്ക്കാത്ത ഘടികാരം പോലെ ആ രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. രാഹുലിനെ സാബുവും ബാബുവും മർദ്ദിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ രക്തത്തിൽ ഈ മരുന്നുണ്ടായിരുന്നു. ആരോ അവനെക്കൊണ്ട് ഈ കുറ്റം സാബുവിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഒരു നാടകമൊരുക്കുകയായിരുന്നു. സർ, ആ രാത്രി ആശുപത്രിയിൽ രാഹുലിനെ കാണാൻ വന്നത് ആ യുവതിയാണ്, അനിത, അതായത് നമ്മുടെ സിന്ധു." രുദ്രൻ തന്റെ കാപ്പിക്കപ്പ് തറയിലിടുന്നു. ആ കറുത്ത ദ്രാവകം വെളുത്ത ലാബറട്ടറി തറയിൽ പടരുന്നു. രാഹുലിന്റെ രക്തം ഹെൽമെറ്റിൽ പടരുന്നതുപോലെ രുദ്രന്റെ മുഖം ഒരു കറുത്ത ഗ്രാനൈറ്റായി മാറുന്നു. സിന്ധു തങ്ങളെ ഉപയോഗിച്ച് കളിച്ചു എന്ന് അയാൾ തിരിച്ചറിയുന്നു. രുദ്രൻ: "അവൾ നമ്മളെ കളിപ്പിക്കുകയായിരുന്നു ഫെലിക്സ്. അവൾ നമ്മളെ ബോധപൂർവം ആ സ്ക്രാപ്പ് യാർഡിലേക്ക് നയിച്ചു. സാബുവിനെക്കൊണ്ട് അവനെ തല്ലിപ്പിച്ചു. ആ തെളിവുകൾ അവിടെ ഇരിക്കുമെന്ന് അവൾക്കുറപ്പായിരുന്നു. അവൾക്ക് വേണ്ടത് രാഹുലിനെ എന്നേക്കുമായി നിശബ്ദനാക്കുക എന്നതായിരുന്നു. കാരണം രാഹുലായിരുന്നു ലക്ഷ്മി അമ്മയുടെ കൊലപാതകത്തിലെ ഏക സാക്ഷി." ഫെലിക്സ് തോമസ്: "സർ, ഇനി വെറും 24 മണിക്കൂർ. ഡാം ഷട്ടറുകൾ തുറക്കാൻ 1 ദിവസം കൂടി മാത്രം. ഷട്ടറുകൾ തുറന്നുകഴിഞ്ഞാൽ സിന്ധുവിന് രക്ഷപ്പെടാൻ എളുപ്പമാണ്. അവൾ തന്റെ ബാഗുകൾ പാക്ക് ചെയ്തു കഴിഞ്ഞു എന്ന് കുഞ്ഞുമോൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്." രുദ്രൻ: "കുഞ്ഞുമോനെ വിളിക്ക്. നമ്മളിപ്പോൾ തന്നെ രാജാക്കാട്ടേക്ക് തിരിക്കുന്നു. സിന്ധുവിന്റെ മുഖമൂടഴിച്ചുമാറ്റാൻ സയൻസിന്റെ ഈ റിപ്പോർട്ട് മാത്രം മതിയാകില്ല ഫെലിക്സ്. സത്യം അവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്." രുദ്രൻ ചിന്തയിൽ: "വിജയാഘോഷം വളരെ നേരത്തെയായിപ്പോയി. സിന്ധു ഒരു പാവം വീട്ടമ്മയല്ല, അവളൊരു കൊടും കുറ്റവാളിയാണ്. അവളുടെ ആ ശാന്തതയ്ക്കും കൃത്യതയ്ക്കും പിന്നിൽ 6 മാസം പഴക്കമുള്ള ഒരു ശവപ്പറമ്പുണ്ട്. ഇന്നത്തെ ഈ 8 ദിവസത്തെ പോരാട്ടം അവസാനിക്കും. സത്യത്തിന് വെള്ളത്തേക്കാൾ ഭാരമുണ്ടെന്ന് അവൾക്കിന്ന് ബോധ്യപ്പെടും." തീയതി ജൂലൈ 19. സമയം വൈകുന്നേരം 5:30. സ്ഥലം ലക്ഷ്മിയമ്മയുടെ തറവാട്, രാജാക്കാട്. തറവാട് മുറ്റമിപ്പോൾ ഒരു പോർക്കളത്തിന് സമാനമാണ്. കനത്ത മഴയിൽ മുറ്റത്തെ മണ്ണൽ പൂർണ്ണമായും ചെളിക്കുണ്ടായി മാറിയിരിക്കുന്നു. രുദ്രൻ നായരുടെ ബൊലേറോ ആ ചെളിയെ കീറി മുറിച്ചുകൊണ്ട് ഉമ്മരത്തു വന്നു നിന്നു. രുദ്രൻ വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ അയാളുടെ റെയിൻകോട്ട് മുഴുവൻ നനഞ്ഞൊലിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് ഒരു മരവിപ്പായിരുന്നു. ഡോക്ടർ ഫെലിക്സ് ലാപ്ടോപ്പും ഫോറൻസിക് ബാഗുമായി തൊട്ടു പിന്നാലെയുണ്ട്. കുഞ്ഞുമോൻ മറ്റൊരു വശത്തുകൂടെ വളഞ്ഞുവരുന്നത് കാണാം. രുദ്രൻ നായർ ഉമ്മറത്തെ ആ വലിയ തടികൊണ്ടുള്ള വാതിലിനു പിന്നിൽ നിന്നുകൊണ്ട്. ശബ്ദം മഴയുടെ ഇരമ്പലിനേക്കാൾ തീക്ഷ്ണമാണ്. "സിന്ധു, യാത്ര തുടങ്ങുകയാണോ? ഈ പെരുമഴയത്ത് അമ്മയുടെ സ്വർണവുമായി എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ബാഗുകളെല്ലാം പാക്ക് ചെയ്തു കഴിഞ്ഞല്ലോ." സിന്ധു ഉമ്മറത്തെ ആ വലിയ തടികൊണ്ടുള്ള വാതിലിനു പിന്നിൽ നിൽക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു ചെറിയ യാത്രാ ബാഗുണ്ട്. അവളുടെ മുഖത്ത് പഴയ ആ വിഷാദമില്ല. പകരം ഒരുതരം തണുത്ത, വിറയ്ക്കാത്ത ആത്മവിശ്വാസമായിരുന്നു.
അവളുടെ പിന്നിൽ ഷാജിയും സുമേഷും നിഴലുകളെപ്പോലെ നിൽക്കുന്നുണ്ട്. സിന്ധു ശബ്ദത്തിന്റെ ഭാവം മാറി. ഇപ്പോൾ അത് അധികാരവും റിസന്മെന്റും കലർന്ന ഒന്നാണ്. സാറേ, ഈ തറവാടും ഇവിടുത്തെ ഓരോ മണ്ണും എന്റെ ഭർത്താവിന്റെ അവകാശമാണ്. ഈ വീട് പണിതത് എന്റെ പൂർവികരാണ്. ആ വൃദ്ധ അത് രാഹുലിന്റെ അച്ഛന് നൽകാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ എന്റേത് തിരിച്ചു പിടിച്ചു, അത്രമാത്രം. ഇതിലെന്ത് തെറ്റാണുള്ളത്? രുദ്രൻ നായർ: അപ്പോൾ രാഹുൽ, ആ പാവം പയ്യൻ നിങ്ങളോടെന്ത് തെറ്റാണ് ചെയ്തത്? കടം വീട്ടാൻ പണം ചോദിച്ചു വന്ന അവനെ നിങ്ങൾ എന്തിനാണ് ഇത്ര ക്രൂരമായി കൊന്നത്? സിന്ധു ഒരു തണുത്ത ചിരിയോടെ: രാഹുൽ ഒരു വഴിത്തടസ്സമായിരുന്നു സാർ. ലക്ഷ്മിയമ്മയെ ഞാൻ മാറ്റുന്നത് അവൻ കണ്ടു. ഒരു സാക്ഷിയെ ബാക്കി വയ്ക്കുന്നത് വലിയ റിസ്ക്കാണ്. സാറ് തന്നെ ടിവിയിൽ പറഞ്ഞല്ലോ, സാബുവും ബാബുവുമാണ് അവനെ കൊന്നത് എന്ന്. നിങ്ങൾ തന്നെ ആ കേസ് ക്ലോസ് ചെയ്തതല്ലേ? പിന്നെന്തിനാണ് ഈ രാത്രി എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? ഫെലിക്സ് തോമസ് മുന്നോട്ടു വന്ന് ലാപ്ടോപ്പ് തുറന്നു പിടിച്ചുകൊണ്ട്: സിന്ധു, നിങ്ങൾ ബുദ്ധിയുള്ളവളാണ്. പക്ഷേ സയൻസ് നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളതാണ്. രാഹുലിന് നിങ്ങൾ ഹെപ്പാരിൻ നൽകി. അവന്റെ ശരീരം ഒരു ക്ലീനപ്പ് ഓപ്പറേഷൻ പോലെ നിങ്ങൾ കൈകാര്യം ചെയ്തു. സാബു അവനെ മർദ്ദിക്കുമ്പോൾ ആ രക്തം കട്ടപിടിക്കാതെ ഒഴുകിയത് നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ്. പക്ഷേ ആ രക്തത്തിലെ കെമിക്കൽ ട്രേസുകൾ മായ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒരു നിലയ്ക്കാത്ത ഘടികാരം പോലെ ആ രക്തം സത്യം വിളിച്ചു പറയുന്നു. രുദ്രൻ നായർ: ഷാജി, നീ എന്തിനാണ് ആ ബൈക്കിന്റെ മിറർ എസ്റ്റേറ്റിൽ കൊണ്ടിട്ടത്? നമ്മളത് കണ്ടുപിടിക്കുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. സാബുവിനെ കുടുക്കാൻ നിങ്ങൾ ഒരുക്കിയ കെണി. പക്ഷേ നിങ്ങൾ ഒരു വലിയ തെറ്റു ചെയ്തു. ലക്ഷ്മിയമ്മയെ നിങ്ങൾ ഇടുക്കി ഡാമിൽ ഉപേക്ഷിച്ചില്ല. കാരണം അത്രയും ദൂരം ആ ശരീരം കൊണ്ടുപോകുന്നത് റിസ്ക്കാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. രുദ്രൻ നായർ സിന്ധുവിനെ തള്ളിമാറ്റി മുറ്റത്തിന്റെ പുറകിലേക്കോടി. അവിടെ കനത്ത മഴയിൽ അടുക്കളത്തറയ്ക്ക് പുറകിലുള്ള മണ്ണ് ഒലിച്ചുപോയിരിക്കുന്നു. ഒരു വലിയ കുഴി രൂപപ്പെട്ടിരുന്നു. കുഞ്ഞുമോൻ തന്റെ ടോർച്ച് ആ കുഴിയിലേക്കടിച്ചു. അവിടെ ചെളിക്കടിയിൽ എന്തോ ഒന്ന് വെളുത്ത നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. കുഞ്ഞുമോൻ വിറച്ചുകൊണ്ട്: സാറേ, ലക്ഷ്മിയമ്മയുടെ അസ്ഥികൾ നോക്കിക്കേ സാറേ. അവൾ കെട്ടിയിരുന്ന ആ തകിടും ആ പഴയ നിലവിളക്കും ഇവിടെയുണ്ട്. സിന്ധു ഇത് ആ രാത്രി ഇവിടെ കുഴിച്ചുവെച്ചതാണ്. തോരാതെ പെയ്ത മഴ മണ്ണിലെ മേൽപ്പാളികളെ കഴുകിക്കളഞ്ഞു. അവിടെ പാറുക്കുട്ടിയുടെ അസ്ഥിക്കൂടം പുറത്തുവന്നു. ഒരിക്കലും കൈവിടില്ലെന്നവൾ വാശി പിടിച്ചിരുന്ന ആ തറവാട്ടുവിളക്കും ആ അവശിഷ്ടങ്ങൾക്കൊപ്പം മണ്ണിൽ പുതഞ്ഞുകിടന്നിരുന്നു. വിവരങ്ങളിലെ വൈരുദ്ധ്യം കളി അവസാനിച്ചുവെന്ന് സിന്ധു തിരിച്ചറിയുന്നു. രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ലെന്നവൾക്കുറപ്പായി. തന്റെ ബാഗിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന മൂർച്ചയുള്ള ആ പച്ചക്കറി കത്തി എടുക്കാൻ അവൾ പെട്ടെന്ന് കൈനീട്ടി. പക്ഷേ രുദ്രന്റെ മുൻകൂട്ടിയുള്ള ചിന്ത അതിനേക്കാൾ വേഗത്തിലായിരുന്നു. ഇരമ്പിയെത്തിയ ഒരു വേഗത്തിൽ അയാൾ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ഉരുക്കുപോലുള്ള ഒരു ഉറച്ച പിടി. രുദ്രൻ നായർ: സിന്ധു, നിങ്ങൾ കരുതിയത് ഈ വെള്ളപ്പാച്ചിലെല്ലാം മാഞ്ഞുപോകുമെന്നാണ്. പക്ഷേ ഇടുക്കിയുടെ മണ്ണ് ഒരു വഞ്ചകനല്ല. അത് സത്യം കാത്തുസൂക്ഷിക്കും. നിങ്ങൾ കൊന്നത് ഒരു വൃദ്ധയെയും ഒരു പാവം പയ്യനെയുമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യത്വത്തെയാണ്. സിന്ധുവിനെ വിലങ്ങുവെച്ച് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ അവൾ കരഞ്ഞില്ല. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും ആ തണുത്ത ശാന്തതയായിരുന്നു. ഷാജിയും സുമേഷും പോലീസുകാരുടെ പിടിയിൽ അമർന്നു. രുദ്രൻ നായർ പതുക്കെ ശങ്കരന്റെ വീട്ടിലേക്ക് നോക്കി. ആ അച്ഛന് ഇന്ന് സമാധാനമായി ഉറങ്ങാം. മകനൊരു കള്ളനല്ലെന്നും അവനൊരു ചതിയുടെ ഇരയായിരുന്നുവെന്നും അയാൾക്കിന്ന് ബോധ്യപ്പെട്ടു. സമയം രാത്രി 1:11. സ്ഥലം കട്ടപ്പന ടൗൺ. ബൊലേറോ പതുക്കെ മലയിറങ്ങുകയാണ്. ഫെലിക്സ് തന്റെ ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് ശാന്തനായിരുന്നു. കുഞ്ഞുമോൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ചുവന്ന ചരട് പതുക്കെ അഴിച്ചുമാറ്റി. രുദ്രൻ നായർ സ്റ്റിയറിംഗിൽ കൈവച്ച് പതുക്കെ കണ്ണുകൾ അടച്ചു. അയാളുടെ മനസ്സിൽ ആ പഴയ തറവാടിലെ നിലവിളക്കിന്റെ വെളിച്ചമായിരുന്നു. മനുഷ്യൻ പടുത്തുയർത്തുന്ന ഈ സാമ്രാജ്യങ്ങളൊക്കെ വെറും മൺകോട്ടകളാണ് ഫെലിക്സ്. അധികാരം കൊതിക്കുന്നവൻ അവസാനം ആ മണ്ണിൽ തന്നെ അടിയും. പക്ഷേ സത്യം അത് നക്ഷത്രങ്ങളെപ്പോലെയാണ്. എത്ര വലിയ കാർമേഘം വന്നാലും അത് മായുന്നില്ല. ദൂരെ ഇടുക്കി ഡാമിന്റെ ഷട്ടറുകൾക്കിടയിലൂടെ വെള്ളമാർത്തലച്ചൊഴുകുകയാണ്. ഒരധ്യായം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ രുദ്രൻ നായർക്കറിയാം, ഇടുക്കിയുടെ ഈ മലനിരകളിൽ ഇനിയും പല രഹസ്യങ്ങളും കാത്തിരിക്കുന്നുണ്ടാകാം. മഞ്ഞും മഴയും കലർന്ന മറ്റൊരു സായാഹ്നത്തിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ നന്ദി. അന്വേഷണം പൂർത്തിയായിരിക്കുന്നു.
ഇടുക്കിയുടെ ആഴങ്ങളിൽ ഒളിപ്പിച്ചുവച്ച സത്യം രുദ്രൻ നായരും സംഘവും പുറത്തെടുത്തിരിക്കുന്നു. പക്ഷേ സിന്ധുവിനെ പോലെയുള്ളവർ ഇനിയും നിഴലുകളിൽ കാത്തിരിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഓരോ നിഴലിനെയും ശ്രദ്ധിക്കുക, കാരണം സത്യം എപ്പോഴും നിങ്ങളുടെ തൊട്ടരികിലുണ്ട്. സത്യത്തെ ഭയമില്ലാത്തവർ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊലയാളിക്ക് തെറ്റുപറ്റിയ ആ ഒരു നിമിഷം നിങ്ങൾ കണ്ടെത്തിയോ? ഉണ്ടെങ്കിൽ അത് താഴെ കോമെന്റ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെയും ഷെയർ ചെയ്യുന്നതിലൂടെയും നിങ്ങൾ പകുതി സത്യങ്ങൾ വിശ്വസിക്കുന്ന വെറുമൊരു കാഴ്ചക്കാരനല്ലെന്ന് തെളിയിക്കുന്നു. ഓർക്കുക, അടുത്ത ഇര നിങ്ങളാകില്ലെന്നുറപ്പൊന്നുമില്ല. സത്യം വേണോ അതോ സുരക്ഷിതമായ നുണകൾ വേണോ? തീരുമാനം നിങ്ങളുടേതാണ്. കുറ്റാന്വേഷണം 360. ഇവിടെ നിഗൂഢതകൾ അവസാനിക്കുന്നില്ല, തുടങ്ങുന്നതേയുള്ളൂ.